ഹയർ സെക്കൻഡറി തുല്യതയുടെ ഒന്നാം വർഷ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ചെറുകഥയാണ്. ചെറുകഥയാണോ, കുറിപ്പാണോ, മിനിക്കഥയാണോ എന്ന രീതിയിൽ വിശദീകരണത്തിന് വഴങ്ങാത്ത ഒരു സൃഷ്ടിയാണ് ബഷീറിന്റെ അനർഘ നിമിഷം എന്നത്. ഏതായാലും ഒരു ചെറുകഥ എന്ന രീതിയിൽ നമുക്കതിനെ സമീപിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിലൂടെ എഴുത്തുകാരനായ വ്യക്തിയാണ്. അക്കാദമിക് യോഗ്യതകളല്ല അദ്ദേഹത്തിലെ എഴുത്തുകാരനെ സൃഷ്ടിച്ചത്. അനുഭവങ്ങളാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം തന്നെ നായകൻ മിക്കവാറും അദ്ദേഹം തന്നെയാണ്. സ്വന്തം ജീവിതവും ആ ജീവിത പരിസരവും ആണ് തന്റെ കഥകൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളായി അദ്ദേഹം സ്വീകരിച്ചത്. വളരെ ചെറുപ്പത്തിലെ നാടുവിടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും അങ്ങനെ പലതരക്കാരായ ആളുകളുമായി കൂടിച്ചേരുകയും അവരോടൊപ്പം ജീവിക്കുകയും ഇത്തരം അനുഭവങ്ങളൊക്കെ സ്വാംശീകരിക്കുകയും അത് തന്റെ കൂടി കഥയാക്കി, തന്റെ കുടുംബത്തിന്റെ കഥയാക്കി, തന്റെ നാടിന്റെ കഥയാക്കി, തന്റെ സമുദായത്തിന്റെ കഥയാക്കി അത്തരം ഒരു പശ്ചാത്തലത്തിലൂടെ മനുഷ്യന്റെ ജീവിതത്തെ ഹൃദ്യമായ രീതിയിൽ ആവിഷ്കരിച്ച കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ അനർഘ നിമിഷം എന്ന ചെറുകഥ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഏറ്റവും ഗഹനമായ ജീവിത തത്വങ്ങളെ പോലും ഏറ്റവും ലളിതമായി ആവിഷ്കരിക്കുന്നയാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യത്തെയും മറ്റു ബുദ്ധിമുട്ടുകളെയും എല്ലാം സരസമായി ആവിഷ്കരിക്കുന്ന അദ്ദേഹം എന്നാൽ അനർഘ നിമിഷത്തിൽ മറ്റൊരു ചിന്തയാണ് പിൻപറ്റുന്നത്. ലളിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ എത്ര വലിയ ലോകതത്വങ്ങളെയും ആവിഷ്കരിക്കാൻ കഴിയുന്നയാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മാന്ത്രിക പൂച്ച എന്ന തന്റെ നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഭൂമി ഒരു ഉണ്ടയാകുന്നു, നാം എല്ലാവരും ആ ഉണ്ടയുടെ പുറത്താണ് നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും. ധ്രുവങ്ങളിൽ അല്പം പരന്ന് ഗോളാകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭൂമി എന്ന് പറയുന്ന അക്കാദമിക് രീതിയേക്കാൾ ഏറ്റവും മനോഹരമായ രീതിയിൽ സാധാരണക്കാരന്റെ ഉള്ളിലേക്ക് എല്ലാത്തരം തനിക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി വിക്ഷേപിക്കാൻ കഴിവുള്ള പദസഞ്ചയങ്ങളുള്ള ആവിഷ്കാര രീതിയുള്ള കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ദാരിദ്ര്യത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ബാല്യകാലസഖി തന്നെ അതിനൊരു ഉദാഹരണമാണ്. മരണത്തെക്കാൾ ഭീകരമായ അവസ്ഥകൾ ജീവിതത്തിലുണ്ട് എന്ന് ആ കൃതി നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ സ്വന്തം ജീവിത പരിസരത്തെ എടുത്ത് മലയാളികൾക്ക് ഏറ്റവും നവ്യമായ അനുഭൂതിയാക്കി മാറ്റിയ പാത്തുമ്മയുടെ ആട് പോലെയുള്ള കൃതികൾ മലയാളികളെ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെ പോലും തന്റെ വശ്യമായ ആവിഷ്കാര ചാതുരി കൊണ്ട് വശീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, വിദേശ സർവകലാശാലകളിൽ അദ്ദേഹത്തിന്റെ ഈ കൃതികൾ പാഠപുസ്തകങ്ങൾ കൂടിയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന രീതി വളരെ ഹൃദയാവർജകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പാത്തുമ്മയുടെ ആടിൽ പറയുന്നുണ്ട്, പാത്തുമ്മയുടെ ആട് പ്രസവിച്ചു, ആട്ടിൻകുട്ടി യാതൊരു കൂസലുമില്ലാതെ ഈ മഹാപ്രപഞ്ചത്തെ നോക്കി കിടക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെ നോക്കി കിടക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഈ മഹാപ്രപഞ്ചം. നമുക്ക് മാത്രമാണ് ആ സങ്കീർണതകളെ ഏറ്റെടുക്കാൻ കഴിയാത്തത്. മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം വളരെ ലളിതമാണ് ഇവിടെയുള്ള ജീവിതം. ഭൂമിയുടെ അവകാശികളിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമുണ്ട്. മനുഷ്യേതര കഥാപാത്രങ്ങളുടെ വിചാരഗതികൾക്ക് കൂടി അദ്ദേഹത്തിന്റെ കൃതികളിൽ സ്ഥാനമുണ്ട്. ഇതൊക്കെ മറ്റുള്ള കൃതികളിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും മലയാള സാഹിത്യത്തിലെ
സുൽത്താൻ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന കൃതി മറ്റുള്ള അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന്റെ ആശയം കൊണ്ടും ആവിഷ്കാര രീതി കൊണ്ടും ഇതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ കൊണ്ടും തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും അനർഘ നിമിഷം എന്ന ഈ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എന്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. ഈ വാസ്തവം എന്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേപടി അവർ എന്റെ അടുത്ത് വരുന്നു. തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു. അവരോടൊപ്പം ചിരിക്കുന്നു. എന്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇങ്ങനെയാണ് ചെറുകഥ ആരംഭിക്കുന്നത്. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ് എന്ന്. യാത്രയ്ക്കുള്ള സമയമായി. ജീവിതത്തിൽ നിന്ന് യാത്രയാവുകയാണ്. മരണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ജീവിതത്തിന്റെ അവസാനമാണ് മരണം എന്ന അവസ്ഥയിലല്ല ബഷീർ അവതരിപ്പിക്കുന്നത്. യാത്രയ്ക്കുള്ള സമയമായി എന്നാണ് പറയുന്നത്. രണ്ടുപേരുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒരാൾ മാത്രം അവശേഷിക്കുന്നു. മറ്റേയാൾ എങ്ങോട്ടോ യാത്രയാവുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. അവർ യാത്രക്കാരാണ്. അവർ എങ്ങോട്ടും പോയി. ഇത്തരം ചിന്തകൾ മനുഷ്യ മനസ്സിനെ എപ്പോഴും വിസ്മയിപ്പിക്കുന്ന, ഭയത്തോടുകൂടി വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മരണം എന്നുള്ളത്. മരിച്ചവർ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ബഷീറിന് ഇത്തരം ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാൻ കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അക്കാദമിക് യോഗ്യതകൾ കൊണ്ടല്ല ബഷീർ മികച്ച എഴുത്തുകാരനായി മാറിയത്. സ്വന്തം ജീവിതാനുഭവങ്ങളാണ്. ഈ നാട് വിട്ടുപോയ ശേഷം അദ്ദേഹം പല രീതിയിലാണ് ജീവിച്ചത്. വളരെ ദാരിദ്ര്യത്തിൽ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. മായാജാലക്കാരന്റെ സഹായിയായും അതുപോലെ ഹിന്ദു സന്യാസിമാരുടെ കൂടെയും മുസ്ലിം സന്യാസിമാരായിട്ടുള്ള സൂഫികളുടെ കൂടെയും ഒക്കെ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൈനോട്ടക്കാരനായും പല രീതിയിൽ വേഷം കിട്ടി അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതികളെ ഏറ്റവും മനോഹരമാക്കി മാറ്റിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അദ്ദേഹത്തിന്റെ ഈ സൂഫിസത്തോടുള്ള ആഭിമുഖ്യമാണ്. ഇസ്ലാമിക സന്യാസിമാരെയാണ് സൂഫികൾ എന്ന് പറയുന്നത്. സൂഫിസത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ഈ കൃതിയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ഇതിലെ ഭാഷ പോലും ആ രീതിയിലാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ താൻ യാത്രയാവാൻ നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. എപ്പോഴും അങ്ങനെയാണ്. എല്ലാ സമ്പത്തും സൗന്ദര്യവും സ്വാധീനവും അധികാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒന്നാണ് മരണം എന്നുള്ളത്. അവസാന നിമിഷങ്ങളിലാണ്, മരണം അടുത്തിരിക്കുമ്പോഴാണ് മനസ്സിൽ ആകുലതകൾ, വ്യാകുലതകൾ, ഉത്കണ്ഠകൾ ഒക്കെ നിറയുന്നത്. ബഷീറിലും അത് തന്നെ കാണാവുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഇത് മറ്റാരും അറിയുന്നില്ല. സുഹൃത്തുക്കൾ പണ്ടേ പോലെ വന്ന് തമാശ പറയാൻ തന്നോട് ആവശ്യപ്പെടുന്നു. താൻ എന്തൊക്കെയോ തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുന്നു. അവർ ചിരിക്കുന്നു. പക്ഷെ എന്റെ മനസ്സിലുള്ള ദുഃഖത്തിന്റെ ആ മുഴക്കം ആരും അറിയുന്നില്ല. കാരണം താൻ ഇല്ലായ്മയിൽ ലയിക്കാൻ പോകുന്നു. എന്താണ് ഇല്ലായ്മ? അപ്രധാനമായ ഒരു സംഭവം, അതോ അതിപ്രധാനമായതോ എന്തോ ഉണ്ടായി, അതാണോ പ്രധാനം? എന്തായാലും രണ്ടിന്റെയും ഇടയിൽ അനർഘ നിമിഷമാണ് ഞാൻ. വർത്തമാനകാലത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്. യുഗങ്ങൾ, മന്വന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലെയിൽ യാത്ര പറയുകയാണ്. കഴിഞ്ഞു, ഇല്ല, കഴിയാൻ പോകുന്നു. അപ്പോൾ അപ്രധാനമായതാവാം. ഏതായാലും തന്റെ ഈ യാത്ര, താൻ ഇല്ലായ്മയിൽ ലയിക്കാൻ പോകുന്നു. ഇല്ലായ്മ അതെന്താണ്? എത്രയോ കോടിക്കണക്കിന് വർഷമായി ഇവിടെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അത് ഭൂതകാലത്തിലേക്ക് മാറി. ഏതായാലും അപ്രധാനമോ അതിപ്രധാനമായോ
ഒന്ന്. അതാണ് തന്റെ ഉണ്മ. തന്റെ ജീവിതകാലം, ഈ ഏറ്റവും ചുരുങ്ങിയ ജീവിതകാലം, അത് ഏറ്റവും അനർഹമായ ഒരു നിമിഷമാണ് ആയാണ് അദ്ദേഹം കാണുന്നത്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഏറ്റവും അനർഹമായ നിമിഷമാണ് ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അനർഘ നിമിഷം എന്നാണ് പാഠത്തിന്റെ ശീർഷകം. അനർഘ നിമിഷം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനർഘം എന്ന് പറഞ്ഞാൽ അമൂല്യം എന്നാണ് അർത്ഥം. മൂല്യം മതിക്കാനാവാത്തത്. അനർഘ നിമിഷം, ഏറ്റവും അമൂല്യമായ നിമിഷം എന്നാണ് അർത്ഥം. അനർഘ നിമിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ഈ ചെറിയൊരു കാലഘട്ടത്തെയാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഏറ്റവും അതിമനോഹരമായ, ഏറ്റവും മൂല്യമുള്ള ആ അമൂല്യമായ നിമിഷമാണ് അനർഘ നിമിഷം. ഇന്നുകൾ എല്ലാം തന്നെ ഇന്നലകളിലേക്ക് പരിപൂർണമായി ലയിക്കാൻ പോവുകയാണ് എന്ന് ബഷീർ പറയുന്നു. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അത് ഉടൻ തന്നെ ഭൂതകാലത്തിന്റെ ഭാഗമായി മാറുന്നു. ഇങ്ങനെ അനവധി ജന്മങ്ങൾ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം കോടിക്കണക്കിനായ വർഷങ്ങളിലൂടെ ഈ ജനനവും മരണവും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. യുഗങ്ങളായി, മന്വന്തരങ്ങളായി അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. യുഗങ്ങൾ, മന്വന്തരങ്ങൾ എന്ന് പറയുമ്പോൾ ഭാരതീയ വിശ്വാസമനുസരിച്ച് 4 യുഗങ്ങളാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മൾ ചതുർയുഗം എന്ന് പറയുന്നു. അനവധി ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം, ഒരു മനുവിന്റെ കാലഘട്ടം എന്നാ പറയുന്നത്. ഒരു മന്വന്തരം. അനവധി മന്വന്തരങ്ങൾക്ക് ശേഷം പ്രളയമുണ്ടാകുന്നു. നമ്മുടെ ഭാരതീയ വിശ്വാസം അങ്ങനെയാണ്. പ്രളയത്തോടുകൂടി എല്ലാം നശിക്കുന്നു. കുറെ കാലം അങ്ങനെ ഭൂമി കിടക്കുന്നു. പ്രളയാനന്തരം ഒരു ആലിലയിൽ കിടക്കുന്ന ശിശുവിന്റെ രൂപത്തിൽ ആദി തേജസ് വീണ്ടും ആവിർഭവിക്കുകയും വീണ്ടും സൃഷ്ടി നടക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഭാരതീയ വിശ്വാസം. അപ്പൊ ഇത്തരം ചിന്തകൾ, യുഗാന്തരങ്ങൾ അല്ലെങ്കിൽ യുഗങ്ങൾ, മന്വന്തരങ്ങൾ, അപ്പൊ ജീവിതമാകുന്ന യാത്ര തുടങ്ങിയവയൊക്കെ സന്യാസ ദർശനങ്ങളാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, വൈക്കം മുഹമ്മദ് ബഷീർ കുറെ കാലം ഹിന്ദു സന്യാസിയായി അവരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം സന്യാസിയായി, സൂഫിയായി അവരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം സന്യാസ ജീവിതവും അവരുടെ ചിന്തകളും ബഷീറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ചിന്തകളാണ് ഈ കൃതിയിലൂടെ കുറെയൊക്കെ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞു, ഇല്ല, കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചു പോയ കോടാനുകോടി ഇന്നലെയിൽ പരിചിതരായവർ ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവരെങ്ങോട്ടാണാവോ പോയത്? അപ്പൊ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഇവിടെ ജീവിവർഗം ഉണ്ടായിരുന്നു. അനവധി തലമുറകൾ മനുഷ്യരും ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ തലമുറകളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പുതിയ തലമുറകൾ വരുന്നു. അപ്പൊ എത്രയോ കോടിക്കണക്കിന് ആളുകൾ യാത്രയായിട്ടുണ്ട് ഇവിടുന്ന്. അവരൊക്കെ പോയി. അവരെങ്ങോട്ട് പോയി? ഈ ഒരു ചിന്ത, പ്രകൃതിയുടെ ഈ രഹസ്യത്തിലേക്കുള്ള ഇത്തരം ചിന്തകൾ സന്യാസ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ചിന്തകളിലൂടെ ഈ സത്യത്തെ കണ്ടുപിടിക്കാനാണ് ഓരോ സന്യാസിയും ഓരോ സൂഫിയും ശ്രമിക്കുന്നത്. ഇതിലവർ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു. അപ്പോൾ പോയവർ എങ്ങോട്ടാണ് പോയത്? എനിക്ക് മുമ്പേ പോയ അനന്തകോടി ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്നു തൊടുന്നു. ആരംഭം അപാരതയുടെ അത്ഭുത രഹസ്യത്തിന്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം, നാദബ്രഹ്മത്തിന്റെ അനന്തമനന്തമായ വിഭ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ അപാരതയുടെ അത്ഭുത രഹസ്യത്തിന്റെ അതിരിൽ ചെന്ന് നിൽക്കുന്നത് പോലെ അപ്പോൾ തോന്നുന്നു ഒരു ശബ്ദം, അനന്തമനന്തമായ ഒരു നാദവിഭ്രമം. ഒരു ശബ്ദത്തിൽ നിന്നാണ് ലോകസൃഷ്ടി ആരംഭിക്കുന്നത് എന്ന് പല മതങ്ങളും വിശ്വസിക്കുന്നു, അല്ലെ? ആദിയിൽ വചനമുണ്ടായി എന്ന ബൈബിൾ പറയുന്നത്. ഓം എന്ന ശബ്ദത്തിൽ നിന്ന് എല്ലാം ഉൽപ്പന്നമായി എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. അപ്പൊ ഇത്തരം ചിന്തകളെല്ലാം ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്വാധീനിച്ചിരിക്കുന്നു. ആ ചിന്തയിലൂടെയാണ് അദ്ദേഹം തന്റെ ഈ യാത്രയാവലിനെ കാണുന്നത്,
ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. യാത്രയാവുമ്പോൾ മാത്രം നമ്മൾ ആലോചിക്കുന്ന, നമ്മുടെ സ്മരണയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട്. അതാണ് ഈശ്വരൻ. അപ്പൊ കാലം ഇത്രയായിട്ടും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. നിനക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം. ഞാൻ എല്ലാവർക്കും വായിക്കാവുന്ന ഒരു തുറന്ന പുസ്തകമാണല്ലോ. പക്ഷെ നിന്നെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഒരുമ്പെട്ടില്ല. മനുഷ്യന്റെ ആത്യന്തികമായ സ്വഭാവം ഇത് തന്നെയാണ്. എല്ലാം ഉണ്ടാവുമ്പോൾ ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയില്ല. കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും മരണമെടുത്തിരിക്കുമ്പോഴും മാത്രം ഓർക്കുന്ന, സ്മരിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരു പുരാണ കഥയുണ്ട്. ഗജേന്ദ്രമോക്ഷം എന്ന പേരിൽ അത് സുഗതകുമാരി ടീച്ചർ കവിതയാക്കിയിട്ടൊക്കെ ഉണ്ട്. അതിലെങ്ങനെയാണ്, ശാപം മൂലം ആനയായി തീർന്ന ഒരു രാജാവ് ശാപം മൂലം ആനയായി തീർന്നു, ഗജമായി തീർന്നു. അതിശക്തനായ ആ ഗജം സ്വന്തം കൂട്ടത്തിന്റെ നേതാവായി ഗജേന്ദ്രനായി. അങ്ങനെ ഈ ആന മറ്റ് ആനകളോടുകൂടെ, പിടിയാനകളുടെ കൂടെ ഒക്കെ കാട് ഒക്കെ തകർത്ത് ഉല്ലസിച്ച് ആർത്ത് വിളിച്ച് ജീവിച്ചു വരവേ ഒരിക്കൽ ഈ ആനക്കൂട്ടം ഒരു പൊയ്കയുടെ സമീപത്തെത്തി. പൊയ്കയിലേക്ക് എല്ലാവരും ഇറങ്ങി താമരത്തണ്ടുകളും ഒക്കെ വലിച്ച് പറിച്ച് നീരാടി ഇങ്ങനെ ആർത്തുല്ലസിച്ചു. ബാക്കിയുള്ള ആനകളെല്ലാം ഇത് കഴിഞ്ഞ് കരയിലേക്ക് കയറി. ഗജേന്ദ്രൻ ഇങ്ങനെ കയറാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ആനയുടെ കാലിൽ എന്തോ വന്ന് കടിച്ചു. നോക്കുമ്പോൾ ഒരു നക്രമാണ്, മുതല. അപ്പൊ ഗജേന്ദ്രന് ഇത് വളരെ നിസ്സാരമാണ്, അതിശക്തനായ ആനയാണ്. അപ്പൊ എന്ത് ചെയ്തു? കാലൊന്ന് കുടഞ്ഞു, പോകുന്നില്ല. ശക്തിയായിട്ട് കുടഞ്ഞു, എന്നിട്ടും പോകുന്നില്ല. അത് പിടിവിടുന്നില്ല. അപ്പോൾ മറ്റുള്ള ആനകൾ സഹായം നൽകുന്നതിന് വേണ്ടി തുമ്പിക്കൈകൾ നീട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗജേന്ദ്രൻ അതൊക്കെ നിരസിക്കുന്നു. കാരണം താൻ അത്രമാത്രം ശക്തനാണ്, ഈ ആനക്കൂട്ടത്തിന്റെ രാജാവാണ്. ഈ നേതാവായ താൻ അവരുടെ സഹായം സ്വീകരിക്കേണ്ടതില്ല. തന്റെ ശക്തിയിൽ അത്രമാത്രം അദ്ദേഹത്തിന്, ആ ആനയ്ക്ക് അഹങ്കാരമുണ്ടായിരുന്നു. ഏതായാലും ഈ മുതല കാലിൽ നിന്ന് പിടിവിടുന്നില്ല. അത് താഴേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ ദിവസങ്ങളോളം അങ്ങനെ നിന്നു എന്നാണ് കഥ. എത്ര നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ആനക്കൂട്ടത്തിന്റെ തുമ്പിക്കൈകളെ സ്വീകരിച്ചു. പക്ഷെ അവർക്കും ഈ ഗജേന്ദ്രനെ പിടിച്ചു കയറ്റാൻ പറ്റുന്നില്ല. വീണ്ടും ആളുകളിലേക്ക് ഈ മുതല ഇങ്ങനെ വലിച്ചു താഴ്ത്തി കൊണ്ടുപോവുകയാണ്. തീരത്ത് പിടിയാനകളെല്ലാം കണ്ണുനീർ വാർത്തു നിൽക്കുകയാണ്. ഈ തുമ്പിക്കൈകളൊക്കെ പിന്നീട് പിൻവലിയാൻ തുടങ്ങി. ഗജേന്ദ്രൻ പൊയ്കയുടെ അടിയിലേക്ക് ആഴ്ന്നാഴ്ന്ന് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് തനിക്കിനി രക്ഷയില്ല എന്ന് അറിയുന്ന സമയത്താണ് മനസ്സിലേക്ക് ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. ആ സമയത്ത് അത്രകാലം താൻ ചിന്തിക്കാതിരുന്ന ഈശ്വരനെ സ്മരിക്കുകയും അങ്ങനെ വിഷ്ണുപാദങ്ങളിൽ എന്ന പോലെ താമരത്തണ്ടുകൾ പറിച്ച് വിഷ്ണുപാദങ്ങളിൽ എന്ന പോലെ അർച്ചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ചക്രായുധം കൊണ്ട് ഈ നക്രത്തെ വകവരുത്തുകയും ഇദ്ദേഹത്തിനും ആ മുതലയ്ക്കും ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇതാണ് കഥ. പക്ഷെ ഇതിന്റെ ആശയം വളരെ ഗംഭീരമാണ്. കാരണം എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ കരുത്തിൽ, അത് സമ്പത്തിൻ്റെതാവട്ടെ, ശരീരത്തിൻ്റെതാവട്ടെ, ബന്ധുബലത്തിൻ്റെതാവട്ടെ, ഇതിലെല്ലാം അഹങ്കരിച്ച് നടന്ന്, സൗന്ദര്യത്തിലും സ്വാധീനത്തിലുമൊക്കെ അഹങ്കരിച്ച് നടന്ന് അവസാനം
താൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്, ഇനി മറ്റൊരാളെ കണ്ടുമുട്ടേണ്ടതുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴാണ് ഈശ്വരൻ എന്ന ആ രൂപത്തെ, ആ ശക്തിയെ കുറിച്ച് സ്മരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ പ്രകൃതിയാണ്. ഈ ഒരു സ്വഭാവം തന്നെയാണ് ഇവിടെ അനർഘ നിമിഷത്തിലും നമുക്ക് കാണാവുന്നത്. ഇത്ര കാലവും ഈശ്വരനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന കുറ്റബോധം നമ്മുടെ കഥാകൃത്തിലുണ്ട്. ഈശ്വരന് തന്നെ കുറിച്ച് എല്ലാം അറിയാം. കാരണം അദ്ദേഹം ഈശ്വരനാണല്ലോ, എല്ലാം അറിയുന്നവനാണ്. തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളുള്ള സമയത്ത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ താൻ മെനക്കെട്ടിട്ടില്ല. ആ ഒരു കുറ്റബോധവും ലജ്ജയും ആവിഷ്കർത്താവിലുണ്ട്. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. കാലമിത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ഞാൻ പോകുകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു. ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. തന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളുടെ അടുത്തേക്കാണ് താൻ പോകുന്നത് എന്ന ചിന്ത ഇദ്ദേഹത്തെ ആശങ്കാകുലനാക്കുന്നുണ്ട്. തന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ നീ എന്നെ അപമാനിതനാക്കുമോ എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്നു. കാലം ഇത്രയായിട്ടും നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്ന കുറ്റബോധം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നു. ഞാൻ പോകുകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടത് എന്നാണ്? പരിചയപ്പെട്ടോ? വന്നതുപോലെ തന്നെ ഞാൻ തിരികെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. മനുഷ്യ ജീവിതാന്ത്യ ദർശനങ്ങളാണ് അനർഘ നിമിഷം എന്ന പാഠഭാഗത്ത് ബഷീർ അവതരിപ്പിക്കുന്നത്. യാത്രയ്ക്കുള്ള സമയമായി, അല്ലെങ്കിൽ തനിക്ക് ഈ ലോകത്ത് നിന്ന് യാത്രയാകുവാനുള്ള സമയമായി എന്ന് കഥാകൃത്ത് മാത്രമേ അറിയുന്നുള്ളൂ. സുഹൃത്തുക്കൾ അറിയുന്നില്ല. അവർ പണ്ടേ പോലെ തന്നെ തമാശകൾ പറയാൻ കഥാകാരനോട് ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ വേദന, ആ ദുഃഖത്തിന്റെ മുഴക്കമാരും അറിയുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഈ ലോകത്ത് നിന്നും യാത്രയാവുന്നത് അയാളെ മാത്രം സംബന്ധിക്കുന്ന ഒന്നാണ്. ഏറ്റവും ഗഹനമായ ഒരു കാര്യം ഏറ്റവും ലളിതമായിട്ടാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. ലോകത്തു നിന്നുമുള്ള യാത്രയാവൽ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്. മറ്റാരെയും അത് സ്വാധീനിക്കുകയോ മറ്റെന്തെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ ബാധിക്കുകയോ ചെയ്യുന്നില്ല. ബന്ധുജനങ്ങൾ പോലും കുറച്ചു കാലം അദ്ദേഹത്തെ ഓർത്തിരുന്നേക്കാം. അതോടുകൂടി അതിനുശേഷം അദ്ദേഹം വിസ്മൃതിയിലായി പോകുന്നു. അങ്ങനെ കോടാനുകോടി മനുഷ്യർ ഈ ലോകത്തു നിന്നും വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ യാത്രയായിട്ടുണ്ട്. അതെങ്ങോട്ടാണ്? ഈ ഒരു ചോദ്യമാണ് ബഷീർ ഈ അനർഘ നിമിഷത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത്. ഈ യാത്രയാവുന്ന സമയത്ത് ചെല്ലേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഇത്ര കാലം താൻ അവഗണിച്ച ഒരു ശക്തിയെ താൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. തന്റെ എല്ലാ രഹസ്യങ്ങളും വായിച്ചെടുത്തിട്ടുള്ള വ്യക്തിയാണത്. ആ ശക്തിയുടെ മുമ്പിൽ താൻ എങ്ങനെയാണ് ചെന്ന് നിൽക്കുക? താൻ അപമാനിക്കപ്പെടുമോ എന്ന് പോലും ബഷീർ, താൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല എങ്കിൽ പോലും പരമാത്മാവ് തന്നെ നന്നായി സ്നേഹിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. അതിന് ബഷീർ നന്ദി പറയുന്നുണ്ട്. കാലം ഇത്രയായിട്ടും നിന്നെക്കുറിച്ച് എന്റെ അറിവുകൾ വളരെ പരിമിതമാണല്ലോ എന്ന് പരിതപിക്കുകയാണ് കഥാകൃത്ത്. ജനിച്ചാൽ മരിക്കും എന്ന മഹാസത്യത്തെ പരമാത്മാവിലേക്ക് ലയിച്ചു ചേരുകയാണ് എന്ന രീതിയിലാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഗഹനമായൊരു ലോകതത്വത്തെ, ആഴമേറിയ ഒരു തത്വചിന്തയെ അവതരിപ്പിക്കുന്ന ഈ ആവിഷ്കാരത്തിൽ അതിന്റെ ഭാഷയും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ബഷീറിന്റെ മറ്റുള്ള കൃതികൾ അവയുടെ
അവയിലെ ഭാഷയുടെ സാരല്യം നമുക്ക് പരിചിതമാണ്. വളരെ ലളിതമായ സംസാര ഭാഷയിൽ ആണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇതിലെ ഭാഷ കുറച്ചുകൂടി ഉന്നതമായ ഒരുതരം മിസ്റ്റിക് സ്വഭാവം, ഒരുതരം യോഗാത്മക സ്വഭാവം പുലർത്തുന്നു. മുമ്പേ ഞാൻ സൂചിപ്പിച്ചു, സൂഫി വര്യന്മാരുമായിട്ടുള്ള ബഷീറിന്റെ സംസർഗം അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ അത്തരമൊരു പ്രഹേളികയെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അതിനനുസരിച്ച് തന്നെ അതീന്ദ്രിയമായൊരു തലത്തിലേക്ക് ഭാഷയും ഉയർന്നു പോകുന്ന ഒരു ജാലവിദ്യ നമുക്ക് ഈ കൃതിയിൽ കാണാവുന്നതാണ്. ഒരു ചെറുകഥ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ആവിഷ്കാരത്തിലും ഇത് വായിക്കുമ്പോൾ അനുവാചകന്റെ ഹൃദയത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉൽപ്പന്നമാകുന്ന ചിന്തകളെയൊക്കെ എടുത്ത് ഉദാഹരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലെ ഭാഷ ഒരു കാവ്യഭാഷയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘമായൊരു നിമിഷമായാണ് ഇദ്ദേഹം ജീവിതത്തെ അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഏറ്റവും തെളിഞ്ഞ മനസ്സോടുകൂടി താനും ഈ യാത്രയുടെ കാലത്തിന്റെ നൈരന്തര്യത്തിൽ ഒരു കണ്ണിയാണ് എന്നും സ്വാഭാവികമായും തനിക്കും ഇവിടുന്ന് യാത്ര പോവേണ്ടതാണ് എന്നുള്ള ചിന്തകൾ കൂടി ഉണ്ടാകുമ്പോൾ മരണത്തെപ്പോലും അനർഘ നിമിഷമായി കാണുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിൽ.